കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ SFIക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. SFI ഒരു മുന്നറിയിപ്പ് നൽകിയാൽ സാധാരണഗതിയിൽ പിന്നെ എതിരാളികൾ അതിനോട് മുട്ടാൻ നിൽക്കുന്നത് കുറവാണ്. തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഏതറ്റം വരെയും പോകാൻ SFI മടിക്കാറില്ല എന്നതു തന്നെയാണ് അതിന്റെ കാരണം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെയാണ് മുദ്രാവാക്യമെങ്കിലും എതിരാളികൾക്ക് ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ SFI മെനക്കെടാറില്ല എന്ന് ചുരുക്കം. എന്നാൽ SFI സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു എതിരാളിയാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്നത്. കേരളത്തിന്റെ ഗവർണർ സാക്ഷാൽ ആരിഫ് മുഹമ്മദ് ഖാൻ. ഗവർണറെ സർവകലാശാലകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം SFI നേതാവ് PM ആർഷോയുടെ പ്രഖ്യാപനം. സമരം തുടരും, കരുത്തോടെ, കൂടുതൽ ഊർജ്ജത്തോടെ തുടരും. തീർച്ചയായും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ചാൻസലർ കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് കാലുകുത്തിക്കില്ല എന്നുള്ളത്. അദ്ദേഹം ഈ സമീപനം തിരുത്താതെ, ഈ തെറ്റായ നടപടി തിരുത്താതെ മുന്നോട്ട് പോകുന്ന പക്ഷം കേരളത്തിൻ്റെ തെരുവുകൾക്കകത്ത് വലിയ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ, വലിയ വിദ്യാർത്ഥി രോഷം അദ്ദേഹം അറിയുന്ന നിലയുണ്ടാവും. ഇങ്ങനെ ആർഷോയെ ഒരു മുന്നറിയിപ്പ് നൽകാനൊക്കെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പേട്ടയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ ഒരു നാടകീയ പ്രകടനമാണ്. പലതവണ വാഹനം തടഞ്ഞ SFIക്കാർക്ക് മുന്നിലേക്ക് ആക്രോശിച്ചുകൊണ്ട് വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി ഗവർണർ. ക്രിമിനൽസ് എന്നാണ് അദ്ദേഹം SFI പ്രവർത്തകരെ വിളിച്ചത്. അത് SFIക്ക് ഏൽപ്പിച്ച പ്രഹരം ചില്ലറയല്ല. Why will I not come if they are hitting the glasses? No, they are hitting. I cannot allow the criminals, the juntas, to rule the road. You are surrounded by the security. Just a moment. What security people? They are hitting my car. So do you think that the police failed to ensure security? No, police, what poor people can do? When the chief minister is party to this conspiracy. സർവകലാശാലകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന SFIയുടെ മുന്നറിയിപ്പ്. പക്ഷേ ഗവർണർ അതൊന്നും കണക്കുകൂട്ടിയില്ല. ഇന്ന് SFIയെ ഗവർണർ വീണ്ടും ഞെട്ടിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു പ്രവർത്തകർ ഇന്ന് വൈകുന്നേരമേ സമരം തുടങ്ങി. ആർഷോ ഗവർണർക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നുവെന്ന്. പക്ഷേ ഗവർണർ ഉണ്ടോ വിടുന്നു. എന്തോ ചില ശബ്ദങ്ങൾ കേട്ടു, ഇരുട്ടായതിനാൽ പ്രതിഷേധമൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ ഗവർണർ പിന്നെ ഒരു പ്രഹരമായിരുന്നു. കേരളത്തിന്റെ ദയനീയ സാമ്പത്തിക സ്ഥിതി വരെ ഗവർണർ ഇന്നെടുത്തിട്ടു. They are all criminals. They have been hired by the chief minister. Whatever protest is there, it is sponsored by the chief minister personally. Why? He wants to divert attention. 17 lakh people who receive salaries and pensions. And the loans which government of Kerala has taken. You know the amount which goes in these heads? 83% of the total amount of the state is going towards these things. Then what is left for the people of Kerala? 17% only. And one thing is absolutely clear. I am not the one who is open to be bullied. I am not, no way. I do not believe in scaring people and I am not scared of anyone. ഒരു തരത്തിലും ആരെയും പേടിക്കുന്നയാളല്ല താൻ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇനിയും വാഹനത്തിന് മുന്നിൽ പ്രതിഷേധമുണ്ടായാൽ വാഹനത്തിൽ തട്ടിയാൽ താൻ ചാടി ഇറങ്ങും എന്ന് തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് ഗവർണർ. ഇന്നത്തെ സംഭവങ്ങളെക്കുറിച്ച് അരുൺ നമ്മളോട് വിശദമാക്കും. അരുൺ, മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധമാണ് നമ്മൾ സർവകലാശാലയുടെ മുന്നിൽ കണ്ടത്. SFIയുടെ എല്ലാ നേതാക്കളും എത്തി. വലിയ തോതിൽ പ്രതിഷേധം ആരവും ഇരമ്പി. പക്ഷേ ഗവർണർ ഇതൊന്നും കണക്കാക്കാതെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. തുടക്കം അദ്ദേഹം പറഞ്ഞ എന്തോ ചില ശബ്ദങ്ങൾ കേട്ടു, ഇരുട്ടായതുകൊണ്ട് പ്രതിഷേധമൊന്നും കണ്ടില്ല എന്ന്. അങ്ങനെ തന്നെ വില കുറച്ച് കാണുകയാണ് ആദ്യമേ തന്നെ ഈ പ്രതിഷേധത്തെ. SFIക്ക് അവസാനം പോലീസിൻ്റെ നടപടികൾക്ക് വഴങ്ങുക എന്നല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലാതായി. എങ്ങനെയാണ് ഇന്ന് കഴിഞ്ഞ 3-4 മണിക്കൂർ?
ദിവീഷ്, നാടകീയ മുഹൂർത്തങ്ങളാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടുകൊണ്ടിരുന്നത്. SFI പ്രതിഷേധവുമായി മുന്നോട്ട് പോയപ്പോൾ ഒരു തരത്തിലും പിന്നോട്ടില്ലെന്ന നിലപാട് ഗവർണർ ആവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ദിവീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവർണറുടെ പരിഹാസമാണ് നമ്മൾ കണ്ടത്. SFIക്ക് നേരെ എവിടെയാണ് പ്രതിഷേധം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഗവർണർ തുടങ്ങിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊളിറ്റിക്കലായും ഗവർണറുടെ ആഞ്ഞടിക്കുന്ന ഗവർണറുടെ നിലപാട് അവിടെ വീണ്ടും ആവർത്തിച്ച് ഗവർണർ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. മറുഭാഗത്ത് SFI ഗവർണറെ കാലുകുത്തിക്കൽ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അത് അവർക്കും വ്യക്തമാക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെയാണ് ഇന്ന് അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് SFI കടന്നത്. മറുഭാഗത്ത് പോലീസിന്റെ പ്രതിരോധത്തിലായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച ഗവർണർ നിരത്തിലിറങ്ങിയ സംഭവത്തിൽ സർക്കാരിനെയും പോലീസിനെയും ആഭ്യന്തര വകുപ്പിന്റെ ഉൾപ്പെടെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ അന്ന് ആക്ഷേപം ഉന്നയിച്ചത്. അതിൽ പോലീസ് പ്രതിരോധത്തിലായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ SFIയുടെ ഈ ഒരു സൂചന ഉണ്ടായിരുന്നു, ഈ പ്രതിഷേധം ഉണ്ടാകുമെന്ന സൂചന ഉണ്ടായിരുന്നു. അത് കണക്കിലെടുത്ത വൻ പോലീസ് വിന്യാസം തന്നെയാണ് നമ്മൾ കണ്ടത്. 500-ലധികം വരുന്ന പോലീസുകാരെയാണ് ഈ ഗസ്റ്റ് ഹൗസിന് അകത്തും പുറത്തുമായി വിന്യസിച്ചിട്ടുള്ളത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുള്ളത്. വൈകിട്ട് 3 മണിക്ക് തുടങ്ങിയ സമര പ്രതിഷേധമായിരുന്നു. 1.5 മണിക്കൂറിനകം തന്നെ പോലീസിന് ഈ 100-ലധികം വരുന്ന പ്രവർത്തകരെ ഇവിടുന്ന് മാറ്റാൻ സാധിച്ചു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമായിരുന്നു. അഥവാ ഒരു തരത്തിൽ പ്രതിഷേധം നീണ്ടുപോയിരുന്നെങ്കിൽ, ഗവർണർ എത്തുന്നതുവരെയൊക്കെ നീണ്ടുപോയിരുന്നെങ്കിൽ മറ്റൊരു സ്ഥിതിയിലേക്ക് കാര്യം, മറ്റൊരു സംഘർഷാവസ്ഥയിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുമായിരുന്നു. പക്ഷേ പോലീസിന് അത് കാര്യക്ഷമമായി തന്നെ ഈ ഒരു സമരത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു. അതിൽ വലിയൊരു തരം കൂടിയുണ്ട്. പക്ഷേ അത് മറുവശത്ത് ഒരു ആരോപണം കൂടെ പോലീസിന് നേരെ ഉന്നയിക്കുന്നുണ്ട്. നവകേരള സദസ്സിൽ ഉൾപ്പെടെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ കരുതൽ തടങ്കൽ പോലീസ് നീങ്ങുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് അത്തരത്തിലേക്കൊന്നും നീങ്ങിയില്ല, SFIയോട് ഒരു അനുനയ നീക്കമുണ്ടെന്ന ആരോപണം മറുഭാഗത്തും വരുന്നുണ്ട്. അത് പോലീസിന്റെ വശത്ത് നിന്ന് നോക്കുമ്പോൾ മറുഭാഗത്ത് ഗവർണർ ഒരു തരത്തിലും പിന്നോട്ടില്ലെന്ന നിലപാട് ആവർത്തിച്ചുകൊണ്ട്, വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട്, തിരിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് ഗവർണർ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ SFI അവിടെയും അവരുടെ നിലപാട് ആവർത്തിക്കാനുള്ള ഒരു പ്രതിരോധം തീർക്കുന്നുണ്ട്. സംസ്ഥാന പാതയിൽ ഉൾപ്പെടെ ദേശീയപാതയിൽ ഉൾപ്പെടെ അവരുടെ പ്രതിഷേധം വീണ്ടും നമ്മൾ കണ്ടു. ഗവർണർ അകത്തേക്ക് പോയപ്പോൾ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ സംസ്ഥാനത്ത് ഇതുവരെ കാണാത്ത രീതിയിൽ ഒരു വിദ്യാർത്ഥി സംഘടനയും ഗവർണറും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം കാണുന്നു. ആ സംഘടനയ്ക്ക് പിന്നിൽ സർക്കാരിന്റെ തന്നെ സ്വാധീനമാണ്, അല്ലെങ്കിൽ സർക്കാർ തന്നെയാണ് അവരെ ഇറക്കുന്നത് എന്ന ഒരു പ്രഖ്യാപനം ഗവർണറുടെ ഭാഗത്തു നിന്ന് വരുന്നു. അങ്ങനെ ഇനിയും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന സൂചന SFI നൽകുമ്പോൾ ഒരു ഭീഷണിക്കും അല്ലെങ്കിൽ ഒരു പ്രതിഷേധങ്ങൾക്കും തന്നെ കൊച്ചുവിലങ്ങാൻ കഴിയില്ല എന്ന് ഗവർണർ ഉറപ്പിക്കുന്നുണ്ട്.